ഞങ്ങള് രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങള്, കേസ്, കോടതി, വഴക്കുകള് ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനം. ഈ കളിച്ച് കളി കാര്യമായെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് മല്ലു ഫാമിലിയെ കുറിച്ചാണ്. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസ് എന്ന നിതയും വേർപിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേർപിരിഞ്ഞു മീൻസ് ഒഫീഷ്യലി ഡിവേഴ്സ് ആയി എന്നർത്ഥം. നമുക്കറിയാം ഒരു കാലത്ത് പൊന്നൂസ് തെറ്റി, പൊന്നൂസ് വീട്ടിലേക്ക് പോയി, പൊന്നൂസിന് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കലായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. അന്ന് ഇവര് ശരിക്കും തെറ്റി പിരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷെ വന്ന് അവരന്ന് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അറം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ അന്ന് അവർ കണ്ടന്റ് ആക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒഫീഷ്യലി ഡിവേഴ്സ് ആയി. അതാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും സൂക്ഷിക്കണം എന്നുള്ളത്. ഇനി മല്ലു ഫാമിലി ആരാണ് എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു കാലത്ത് മലയാളത്തിലെ ടോപ്പ് ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഇവർ. കോവിഡ് സമയത്ത് ദാരിദ്ര്യം പറഞ്ഞു തുടങ്ങിയ ഒരു ചാനലായിരുന്നു ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചാനൽ പെട്ടെന്ന് അങ്ങ് വളർന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് അങ്ങ് ചാനൽ വളർന്നപ്പോ പിന്നെ സംഭവിച്ചെന്താണ്? റീച്ചിന് വേണ്ടി ഈ പറയുന്ന മല്ലു ഫാമിലിയിലെ സുജിൻ ഓരോ ഉടായ്പകൾ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഇവരുടെ ഉടായ്പകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയതോടെ ഇവരുടെ റീച്ചും പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങി. പണ്ടൊക്കെ വെറുതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പുട്ടുപോലെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന ചാനലിൽ പിന്നെ പതിയെ എന്തിട്ടാലും 10,000 20,000 30,000 ആ ലെവലിലേക്ക് റീച്ച് കുറയാൻ തുടങ്ങി. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഇവര് ഫാമിലി വ്ളോഗ് ചെയ്യുന്നതും കുറയാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ആണ്ടിൽ ഒരിക്കലും ഒരു വീഡിയോ ഇട്ടാലായി അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. എന്ത് തന്നെയായാലും ഇപ്പൊ മല്ലു ഫാമിലി എന്ന ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് പൊന്നൂസിനെ കാണാൻ സാധിക്കില്ല. കൃത്യമായി പറഞ്ഞാണെങ്കിൽ പൊന്നൂസ് മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പൊ 6 മാസത്തോളമായി എന്നർത്ഥം. അവസാനമായി 6 മാസം മുന്നേ അപ്ലോഡ് ചെയ്ത കുടുംബവുമായി എല്ലാവരും കൂടി എങ്ങോട്ടോ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോയിലാണ് പൊന്നൂസ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഒരു വീഡിയോയിലും ഇന്നേ വരെ നമുക്ക് പൊന്നൂസിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പലരും ഇവരോട് ചോദിക്കാൻ തുടങ്ങി, പൊന്നൂസ് എവിടെ എന്നുള്ളത്. ഇതുവരെ സുജിൻ അതുമായി ബന്ധപ്പെട്ട് വലിയ മറുപടികളൊന്നും നൽകിയിട്ടില്ലായിരുന്നു. 6 മാസത്തോളം അതുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കലായിരുന്നു. പക്ഷെ 6 മാസങ്ങൾക്ക് ഇപ്പുറം അവസാനം ആ മൗനം വെടിഞ്ഞ് സുജിനും പൊന്നൂസും ഇപ്പൊ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യം രണ്ടാളും പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പൊന്നൂസിന്റെ പോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ ആ പോസ്റ്റ് സൈഡ് കൊടുക്കാം. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറഞ്ഞുതരാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിരവധി സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ നാൾ മിണ്ടാതിരുന്നതിന് ശേഷം ഹൃദയത്തിൽ നിന്നും സംസാരിക്കേണ്ട സമയം എത്തിയെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത്. അനവധി കണ്ണീരും നീണ്ട ചിന്തകളും ഉള്ളിൽ ഒതുങ്ങിയ പോരാട്ടങ്ങളും കഴിഞ്ഞ് നിയമപരമായ വിവാഹമോചനത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഇത് കോപത്തിൽ നിന്നും എടുത്ത തീരുമാനമായിരുന്നില്ല. ഭാരമുള്ള ഹൃദയങ്ങളോടെയും പരസ്പരം മനസ്സിലാക്കലോടെയും ചിലപ്പോൾ സ്നേഹം മാത്രം രണ്ടുപേരും ഒരുമിച്ച് നിർത്തില്ല എന്ന മനസ്സിലാക്കലോടെയുമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഒരിക്കൽ ചിരിയും സ്വപ്നങ്ങളും പങ്കിട്ട സന്തോഷകരമായ നിമിഷങ്ങൾ നിറഞ്ഞൊരു കഥയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ കരുതിയ പോലെ അവസാനിക്കണമെന്നില്ല. പതിയെ സന്തോഷം നഷ്ടപ്പെട്ട ഒരു അധ്യായത്തെ പിടിച്ചു നിർത്തുന്നതിന് പകരം വേദനയ്ക്ക് സമാധാനവും അഭിനയത്തിന് പകരം സുഖപ്പെടുത്തലും തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ന് ഞങ്ങൾ വേറിട്ട വഴികളിലൂടെ ശാന്തമായും ബഹുമാനത്തോടെയും ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനുള്ള പ്രതീക്ഷയോടെയും കൂടിയാണ് നടക്കുന്നത്. ഇനി വീണ്ടും ഒന്നിക്കുമോ എന്ന് ചോദിക്കുന്നത് എല്ലാവരും നിർത്തണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ അധ്യായം യഥാർത്ഥത്തിൽ അവസാനിച്ചു. ഇനി ഞങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. നമ്മുടെ ബന്ധത്തെ കുറിച്ചുള്ള ഇതിന്റെ ആദ്യത്തെയും അവസാനത്തെയും വിശദീകരണമാണ്. ഞങ്ങൾക്ക് സുഖപ്പെടാൻ ആവശ്യമായ നിശബ്ദത അനുവദിക്കണമെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഈ പുസ്തകം ഒരു വികാരഭരിതമായ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മനോഹരമായ അധ്യായങ്ങൾ നിറഞ്ഞൊരു കഥ, മറക്കാനാവാത്തത് എന്നും ഹൃദയത്തിൽ ഉണ്ടാകും. പക്ഷെ ഇനി എന്റെ ജീവിതത്തിലില്ല. സ്നേഹവും ചിരിയും അനവധി ഓർമ്മകളും നിറഞ്ഞിരുന്ന സുജിൻ പൊന്നൂസ് കഥ ഇപ്പൊ ശാന്തമായ വിടപറച്ചിലായി മാറി. ചില കഥകൾ വലിയ ശബ്ദത്തോടെ അവസാനിക്കില്ല, അവ മൃദുലമായി അവസാനിക്കും. പാഠങ്ങളും ശക്തിയും എന്നെന്നും ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഓർമ്മകളും ബാക്കിയാക്കി. ആ അധ്യായം ഇനി അടിഞ്ഞു. ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു. ഇതായിരുന്നു 2 ദിവസം മുമ്പേ പൊന്നൂസ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ട വാക്കുകൾ. വളരെ പവർഫുൾ വേർഡ്സ് ആണ് ഇതെല്ലാം, അല്ലെ? പ്രത്യേകിച്ച് അവസാനം പറഞ്ഞത് ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു എന്നുള്ളത്. എന്തായാലും പൊന്നൂസിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്, അല്ലെ, കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇനി ഇതിന് പിന്നാലെ സുജിൻ മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചും പരസ്പരം ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങളും പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് ദയക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി.
ഇതായിരുന്നു സുജിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വീഡിയോകളോ പോസ്റ്റുകളോ ഒന്നും ചെയ്യില്ല എന്ന് സുജിൻ പറഞ്ഞെങ്കിൽ കൂടിയും പിന്നീട് ഇതിന് ശേഷം ഒരു 14 മിനിറ്റ് വീഡിയോ സുജിൻ ചെയ്ത് കേട്ടോ. അത് പിന്നെ എക്സ്പെക്ടഡ് ആയിരുന്നു. നമുക്ക് എന്തായാലും സുജിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹായ് ഗൈസ്, എന്തോരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. അതെ, വളരെ നല്ല കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി നീ പിന്നെയും ഒരു വീഡിയോ ചെയ്തല്ലോ, അതെന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ഈ പ്രശ്നം ഒരു കണ്ടന്റ് ആക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനിച്ചല്ലോ, വളരെ നല്ല തീരുമാനം. പണ്ടായിരുന്നെങ്കിൽ ഇത് വെച്ചൊരു 10-20 കണ്ടന്റെങ്കിലും ഇവർ ഉണ്ടാക്കിയേനെ. വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായി. എന്തായാലും ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബ് അത്ര ആക്റ്റീവ് അല്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് വേറെയും കുറേ ചാനലുകളുണ്ട്. ആ എല്ലാ ചാനലുകളിലും മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കണില്ല. ഈ മല്ലു ഫാമിലി എന്ന ചാനലിന്റെ മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കും തലക്കും ഷോർട്സുകൾ പോസ്റ്റ് ആക്കുന്നത്. വ്ളോഗുകൾ അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇന്റേതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വ്ളോഗിന്റെ ഒരു ഇതിപ്പില്ല. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് ഞാനിതിൽ ഷോർട്സ് മാത്രം ഇടുന്നത്. വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുമെന്നാണ് പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പില്ല. അതെ, ഇപ്പൊ മറ്റു ചില പരിപാടികളാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആളുകളോട് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരാൻ പറയുന്നു. എന്നിട്ട് അവർക്ക് അതിന് പകരമായിട്ട് ഫ്രെയിം പാനും അപ്പച്ചട്ടിയും ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് അത് വെച്ച് നറുക്കെടുക്കുന്നു. നറുക്കെടുത്ത് കിട്ടുന്ന ഒരാൾക്ക് കാറ് കൊടുക്കുന്നു. ഇങ്ങനത്തെ എന്തോ പരിപാടികളാണ് ഇപ്പൊ സുജിന്റേത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് 2-3 വട്ടം സംസാരിച്ചതാണ്. അതെന്തായിക്കോട്ടെ, ഞാനിപ്പോ ഇനി അതിലേക്കൊന്നും കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തെന്നായാലും സുജിനോട് അവസാനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി തൊട്ട് അങ്ങോട്ട് ഫാമിലി വ്ളോഗ് ചെയ്ത് ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ഒരു ഗതികേട് ഞങ്ങൾക്കില്ല എന്നുള്ളത്. കാരണം ഇപ്പൊ ഇവർ വളർന്ന് വലുതായി, അത്യാവശ്യം ഫെയിമായി. ഇനിയിപ്പോ വേറെ പരിപാടികളൊക്കെ ചെയ്ത് ഇവർക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഒരു സമയത്ത് ഇവർക്ക് അത് വേണമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇവിടെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഒരു 2-3 വർഷം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഫാമിലി വ്ളോഗേഴ്സിന് അതിപ്രസരമായിരുന്നു അല്ലെ. അന്ന് ഫാമിലി വ്ളോഗ് ആയിരുന്നു കേരളത്തിലെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്. ആ സമയത്ത് മുൻപന്തിയിൽ നിന്ന 3 ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു. 1 മല്ലു ഫാമിലി, 2 മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, 3 സിലു ടോക്സ്. ഈ 3 ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മെയിൻ കണ്ടന്റുകൾ എന്തായിരുന്നു? കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് പറയുക, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുക. ഇതായിരുന്നു ഒരു കാലത്ത് ഇവരുടെ എല്ലാം മെയിൻ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അന്നേ നമ്മളൊക്കെ ഇവരെ എതിർത്തുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ വെക്കൂ, ഇങ്ങനെ യൂട്യൂബിൽ വന്ന് വിളമ്പല്ലേ എന്ന് നമ്മൾ ഒരുപാട് തവണ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മളെ എതിർക്കാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സപ്പോർട്ടിന്റെ ഫലത്തിൽ ഇവർ ഈ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോയി. അവസാനം ഇപ്പൊ എന്തായി? കാലം തന്നെ ഇവരൊക്കെ പഠിപ്പിച്ചു ജീവിതത്തിൽ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത്. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ പ്രൈവസി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രായോഗിക എത്രത്തോളം ആണെന്നുള്ളത്. ഇപ്പൊ നിലവിലെ 3 ഫാമിലി വ്ളോഗേഴ്സിന്റെയും അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 3 കുടുംബവും പിരിഞ്ഞു. അതിന് അവരുടേതായ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകും, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ പിരിഞ്ഞപ്പോഴെല്ലാം അവർക്ക് അവരുടെ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. നല്ലൊരു കാര്യമാണത്. ഇനി സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന വരും തലമുറക്കെങ്കിലും ഇവരൊരു പാഠമാകട്ടെ. യൂട്യൂബിൽ വിറ്റ് കാശാക്കാനുള്ളതല്ല കുടുംബജീവിതമെന്ന് ഇനിയെങ്കിലും വരും തലമുറ പഠിക്കട്ടെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ ഇപ്പൊ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലുമല്ല. ആസ് ഓൾവേസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ എന്തുകൊണ്ടും പിരിയുന്നതാണ് നല്ലത്. അവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ജഡ്ജ്മെന്റുകളും വകവെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അൾട്ടിമേറ്റ്ലി ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങൾ 2 പേരുമാണ്. അങ്ങനെയുള്ള നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലേ, പിരിയുന്നതാണ് നല്ലത്. എന്നിരുന്നാലും കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പറഞ്ഞ സുജിനും പൊന്നൂസും അത്ര നല്ല ടേംസിലല്ല എന്നുള്ളതാണ് ഇവിടെ സുജിന്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഇവർക്കിടയിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവർ മറച്ചു വെച്ച് വീഡിയോകളിൽ വന്ന് അഭിനയിക്കുന്നു എന്ന് മാത്രം. ഇനിയും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് 2 പേരും പിരിയാൻ തീരുമാനിച്ചത്. വേണമെങ്കിൽ ഇനിയും ഇവർക്ക് മുന്നോട്ട് അഭിനയിച്ച് നിൽക്കാം അല്ലെ. പക്ഷെ അതുകൊണ്ട് തകരാൻ പോകുന്നത് 2 പേരുടെയും മനസമാധാനമാണ്. അതിനും വലുത് പരസ്പരം പിരിഞ്ഞ് സമാധാനത്തോടു കൂടി ജീവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സുജിനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ, പിരിഞ്ഞോ, ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം കൂടി ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെന്തായാലും. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോ പൊന്നൂസിന്റെ ഒരു തംബ്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അന്നത്തെ ഇതില്.
അപ്പോ ആ ഒരു വീഡിയോയില് ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറെ പേര് ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ട്. പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യമായിട്ടും പറയാണ്, അങ്ങനൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയുന്ന അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതെന്താന്നുള്ള മനസ്സിലായോ? അതായത് പണ്ട് ഇവന് ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ പൊന്നൂസിന് അവീതം പൊക്കി എന്ന് പറഞ്ഞ തമ്മിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി വെച്ചൊരു തമ്മിലാണത്. അന്ന് അങ്ങനെ ഒരു തമ്മിൽ വെച്ച് വീഡിയോ ചെയ്തത് തെറ്റായി പോയി എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. അന്ന് നമ്മൾ ഇതിനൊക്കെ എതിർത്തോണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തെന്നായാലും വൈകിയാണെങ്കിലും സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, നല്ല കാര്യം. ഇനി അതുമായി ബന്ധപ്പെട്ട് കീറി മുറിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തെന്നായാലും സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെ അവീതം പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ തമ്മിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോളജി ചെയ്തല്ലോ, നല്ല കാര്യം. ബാക്കി ഇട്ടോക്കാം. ഓക്കെ, പക്ഷേ ഞങ്ങള് 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ അടി, പ്രശ്നങ്ങള്, വഴക്കുകള്, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ആളുകള് ഇപ്പൊ നമുക്കെന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങള്, കേസ്, കോടതി, വഴക്കുകള്, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്ത തീരുമാനമാണ് അല്ലേ. ഒരു പക്ഷെ ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം ഒരു കലഹത്തിൽ അവസാനിച്ചേനെ എന്നാണ് ഇവിടെ സുജിം പറഞ്ഞു വെക്കുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് വെച്ചേക്കാത്തതാണ് നല്ലത്. ഒരു ബന്ധം എന്ത് തന്നെ ആയാലും അത് ടോക്സിക് ലെവലിലേക്ക് മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അത് അറുത്തു മുറിച്ച് കളയുക എന്നുള്ളതാണല്ലോ ഏറ്റവും നല്ല ഓപ്ഷൻ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ എന്ന്. അപ്പൊ പിന്നെ പണ്ടാണ് തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് പുറത്തു പോയിപ്പോ വന്നിട്ടുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ അവിടെ ഉള്ള ഇതാണ്. അപ്പോ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷെ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങൾ തന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവള് വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് 2 പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് പിന്നെ ചെയ്യല്ലോ, അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ ഞാനൊന്നും അങ്ങനെ ചെയ്യാൻ പോയില്ല കേട്ടോ. എനിക്ക് ഉറപ്പായിരുന്നു നീ ഇതൊന്നും ഒരു പോസ്റ്റിൽ ഒതുക്കാൻ പോണില്ല, നീ ഈ പോസ്റ്റിന് പിറകെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ നിന്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് നീ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് മോനെ. അല്ലെങ്കിലും ഈ ഫാമിലി വ്ലോഗേഴ്സിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണിത്. ഇവരെന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പോസ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അതേ ഇവര് തന്നെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതേ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യും, എന്നിട്ട് ഒരു തൊടി ന്യായീകരണം അങ്ങ് നിർത്തും. ആളുകൾ ഞാനിട്ട പോസ്റ്റ് എടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അതിലൊരു ന്യായീകരണം നിർത്തി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യും. ഇതൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നീ ഒരു വിഷയത്തിൽ വീഡിയോ ആയിട്ട് വരുന്നുള്ളത്. അതങ്ങനെ തന്നെ സംഭവിച്ചില്ല. അതാണ്. പിന്നെ ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഞങ്ങളുടെ പോസ്റ്റ് എടുത്ത് ഇഷ്ടംപോലെ ആളുകൾ പല രീതിയിലും വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞത്, അത് പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും യൂട്യൂബിൽ ഒന്ന് വിളമ്പിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രൈവസിയെ പോലും മാനിക്കാതെ കണ്ടന്റ് ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങൾ. അത് വെച്ച് റീച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും പണ്ട് വന്ന് വിളമ്പിയിരുന്ന നിങ്ങൾ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് പബ്ലിക്കിൽ വന്ന് പറയാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഓഡിയൻസിന് അടക്കമുള്ള ആളുകൾക്ക് എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ത്വരയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാത്ത പക്ഷം മറ്റുള്ള ആളുകൾ അത് മുതലെടുത്ത് അവരുടെ അസംഷൻസ് ഓരോന്നും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങും. അവരത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കും. അത് സ്വാഭാവികമാണത്. അതിൽ നിങ്ങളും കൂടി ഒരു കാരണക്കാരാണ്. ഒരു പക്ഷേ പണ്ട് തൊട്ടേ നിങ്ങൾ കുടുംബത്തിനെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു ആവശ്യം കൂടി നിങ്ങൾക്ക് വരില്ലായിരുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു. അപ്പൊ ഞാൻ പറയാണ്, ഇനിയിപ്പോ അതിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വേറെ ആരും ലോകത്ത് പറയണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാണ് അത് എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ബ്രോ.
അതിന് ബ്രോ അപ്പോളജിയും ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അത് വിട്. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുകയായി, ഇത് വീണ്ടും ഈ വിഷയം ചർച്ചയായി മാറത്തേ ഉള്ളൂ. അതിലും ഭേദം അതങ്ങ് വിടുന്നതാണ്. ബ്രോ സ്വന്തം ഭാര്യയെ വെച്ച് അവിഹിതം എന്നുള്ള രീതിയിൽ ഒരു തമിഴിൽ ഉണ്ടാക്കി, അത് ഞങ്ങൾ അടക്കമുള്ളവർ വിമർശിച്ചു. ഇപ്പൊ ബ്രോക്ക് അത് തെറ്റാണെന്ന് മനസ്സിലായി, തീർന്ന്, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങള് പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പൊ ഞാൻ പറയാണ്, ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകൾ ആക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിക്ക് പോവാന് ഒരു താല്പര്യമില്ല. അപ്പൊ ഇനി കുറെ ആൾക്കാരപ്പോ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കാൻ. അങ്ങനൊന്നും ഇനി പറയാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷെ പണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ കേട്ടോ. കാരണം പണ്ട് നീ വൻ ഉടായ്പായിരുന്നു. റീച്ചിന് വേണ്ടി പണ്ട് നീ കാണിച്ചു കൂട്ടിയ ഉടായ്പത്തരങ്ങളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പൊ നിന്റെ വാക്കുകളിൽ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നീ കണ്ടന്റിന് വേണ്ടിയല്ല, ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് നിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഒരു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നീ വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ നീ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും കേട്ടോ. അത് വേറെ കാര്യം. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ നിനക്ക് നന്ന്. ഇനിയും ഈ കണ്ടന്റുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ ഉടായ്പ എന്നേ ജനങ്ങൾ പറയത്തുള്ളൂ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ സെപ്പറേറ്റഡ് ആണ്. കാരണം അവള് ഞങ്ങൾ അവളുടെ ഏകദേശം തോന്നുന്നു ഒരു 3 മാസം 4 മാസത്തിന് അടുത്തായി അവളെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ഏറ്റവും പോയിന്റ് കിടക്കുന്നത് കുട്ടികളെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം എന്താക്കും, കുട്ടികളുടെ കാര്യത്തിനും കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ അവള് വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവള് തമ്മിലില്ല. ഇനിയിപ്പോ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരിക്കലും വളരെ നല്ലൊരു തീരുമാനമാണത്. രണ്ടുപേരും പിരിയുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കൺസിഡർ ചെയ്തല്ലോ. അതിന് എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും നല്ല മാസീവ് റെസ്പെക്ട് ഉണ്ട്. സാധാരണ ഇങ്ങനെ ഡിവോഴ്സുകളൊക്കെ സംഭവിക്കുമ്പോൾ ഒട്ടുമിക്ക കേസിലും സംഭവിക്കുന്ന എന്താണ്, ഒന്നെങ്കിൽ കുഞ്ഞ് അച്ഛന്റെ കൂടെ മാത്രം നിൽക്കും, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ മാത്രം നിൽക്കും. ഒരാളെ മാത്രം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടുപേരും ഒരുപോലെ മക്കളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് കരുതി ഒരു അച്ഛനിൽ നിന്നും ഒരു അമ്മയിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും പരിഗണനയും മക്കൾക്ക് നിഷേധിക്കാൻ പാടില്ലല്ലോ. അത് അവർക്ക് കൃത്യസമയത്ത് കിട്ടേണ്ടതുപോലെ തന്നെ കിട്ടണം. എന്തുകൊണ്ട് ഇതുവഴി നിങ്ങൾ വളരെ നല്ലൊരു മാതൃകയാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പലപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ മുറിച്ചാൽ മുറിയുന്ന ബന്ധമാണ്. പക്ഷെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും മുറിച്ചാൽ മുറിയത്തില്ല. അത് അങ്ങനെ തന്നെ രണ്ടുപേർക്കും നിലനിർത്തി പോകാൻ സാധിക്കട്ടെ. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സുജിൻ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ലിപ്പിട്ട് കാണിക്കാത്തത്. ഇനി ഈ സുജിന്റെ വീഡിയോക്ക് താഴെ ഈ പറഞ്ഞ പൊന്നൂസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റും കൂടി ഒന്ന് വായിച്ചുതരാം. We both felt that something was missing in our relationship, so we choose to walk separate paths. This decision is better for my mental health and for our children's too. I have already said we will always remain each other's hearts, but no longer in each other's lives. These are my last and final words about our separation. I kindly request everyone to give us space to heal from this pain. I am no longer a part of Mallu family. I hope that at least once we were able to make you all smile together. This will be my final comment on the Mallu family channel. Thank you so much everyone for your love and blessings. ഇതെന്റെ അവസാന കമന്റ് ആണ്. ഇനി ഒരു കാരണവശാലും മല്ലു ഫാമിലിയുമായി ഞാൻ സഹകരിക്കില്ല എന്നാണ് ഇവിടെ പൊന്നൂസ് പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്തായാലും രണ്ടുപേരുടേതായ രീതിയിൽ ഹാപ്പിയായി ജീവിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി സുജിൻ ചെയ്ത വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. നിങ്ങൾ ഫ്രണ്ട്സിന് കുറച്ചധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന പോലെ പലതവണ തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്നും ഉണ്ടാവില്ല സുജിനേട്ട, ഫാമിലി മാത്രമേ പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനിപ്പോ എന്താ, ഞാനിപ്പോ ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്ത കമന്റ് വെച്ചോ, നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേർപിരില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ കുറിച്ച് ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വേർപിരിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അവർ ആ ഡിസിഷൻ എടുത്തു. ഇനി അതിനെ കുറിച്ച് അങ്ങനെ ചെയ്ത് എങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമായിരുന്നു ഒന്നും അസംശയം നടത്തിയിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനെക്കുറിച്ച് ഇനി ചുമ്മാ ജഡ്ജ്മെന്റുകളൊന്നും നടത്താതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. രണ്ടുപേരുടേതായ രീതിയിൽ ജീവിച്ചു പോകട്ടെ. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവരുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റുകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. പിന്നെ അതിന്റെ അടുക്കൊരു കാര്യം സുജിനെ, 2 മാസം മുമ്പേ നിന്റെ എന്തോ ഒരു ഉടായ്പിനെതിരെ ഞാൻ പ്രതികരിച്ചത് കാരണം എന്റെ ജോലി സ്ഥലത്ത് വരുമെന്നോ എന്നെ നേരിട്ട് വന്ന് കാണുമെന്നോ അങ്ങനെ എന്തൊക്കെയോ വീമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളത് പറയാലോ, ഞാൻ 2 മാസമായിട്ട് നിന്നെ കാത്തിക്കാണ്. ഇപ്പോഴും നീ ആ വഴിക്ക് വന്നിട്ടില്ല. നിനക്ക് മറന്നു പോയതാവോ, പക്ഷെ ഞാൻ മറന്നിട്ടില്ലേ കേട്ടോ. അപ്പൊ സുജിന, എന്റെ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരിക്കൽ എന്റെ ജോലി സ്ഥാപനത്തിന് മുന്നിലൂടെ നീ പോവുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് എന്റെ സ്ഥാപനത്തിലൊന്ന് കയറണം. ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.